ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിദാദ് ലേണിംഗ് ഹബ്ബ്. അപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി 2ാം വർഷത്തിലെ 3ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിലെ 2ാമത്തെ യൂണിറ്റാണ്. ഈ യൂണിറ്റിൻ്റെ പേര് വരുന്നത് സോഷ്യൽ ഡൈമെൻഷൻസ് ഓഫ് സിക്നസ് ബിഹേവിയർ എന്നുള്ളതാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസീസ്, ഇൽനെസ്, സിക്നസ് ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ഹെൽത്ത് കൊണ്ട് ഓരോ വ്യക്തിയുടെ ഹെൽത്ത് കൊണ്ട് അത് എത്രത്തോളം സൊസൈറ്റിയെ ബാധിക്കുന്നുണ്ട്, അത് എത്രത്തോളം സൊസൈറ്റിക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിൽ നമ്മൾ ഈ ഡിസീസ്, ഇൽനെസ്, സിക്നസ് ഇതിനിടയിലുള്ള അന്തരങ്ങൾ, ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മുടെ ഈ ഇൽനെസ്, സിക്നസ്, ബിഹേവിയർ എന്നില്ല അതൊക്കെ നമ്മളൊരു സാമൂഹികപരമായിട്ടുള്ളൊരു കാര്യങ്ങളായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിൽക്കാലത്ത് അത് നമ്മളെ ബയോളജിയുമായി ജൈവശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള പഠനങ്ങളാണ് പിൽക്കാലത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളെ മെൻ്റൽ ഹെൽത്ത് എൻസൈക്ലോപീഡിയ അനുസരിച്ചിട്ട് രോഗപ്രതിരോധ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനവും പിന്നെ അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സിക്നസ് ബിഹേവിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആവാം, നമ്മുടെ ഡിപ്രഷന്, പിന്നെ അതുപോലെയുള്ള ക്യാൻസർ, അതുപോലുള്ള അവസ്ഥാവിശേഷങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിക്നസ് ബിഹേവിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ തോമസ് എന്നുള്ള ആൾ അഭിപ്രായപ്രകാരം നമ്മളെ ചില അടയാളങ്ങളോ ഒരടയാളമോ അല്ലെങ്കിൽ മറ്റനേക അടയാളങ്ങളോ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ മൂലം ഒരു വ്യക്തി ഒരു രോഗത്തിന് അടിമയാവുക, അതുമൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ വിശേഷം, അതിനൊക്കെ നമ്മൾ സിക്നസ് ബിഹേവിയർന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നാണ് തോമസ് എന്നുള്ളവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇനി കോൺസ്മാൻ എന്നുള്ളവർ നമ്മളെ ജോർജ് കോങ്കിലൻസ് എന്നുള്ള ആളുടെ അദ്ദേഹം ഒരു ഫ്രഞ്ച് സ്കോളറാണ്. അദ്ദേഹത്തിൻ്റെ നോർമൽ ആൻഡ് പാത്തോളജിക്കൽ എന്നുള്ള വർക്കിൽ നിന്നാണ് ഇദ്ദേഹം ഈ സിക്നസ് എന്നുള്ള കോൺസെപ്റ്റ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഈ ജോർജ് കോങ്കിലൻ എന്നുള്ളവർ പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജനറലായി പൊതുവായിട്ട് എന്താണ് ഒരു രോഗം എന്നുള്ളതിലേറെ നമ്മൾ ഓരോ വ്യക്തിക്കും എങ്ങനെയാണ് അദ്ദേഹം കണക്കാക്കുന്ന രീതിയിൽ രോഗം എന്താണെന്നുള്ളതിനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ ഇൻഡിവിജ്വലും എങ്ങനെയാണ് ഒരു രോഗങ്ങൾ ഉണ്ട് എന്ന് പറയാം, അതാണ് ഒരു രോഗം എന്നുള്ളത്. അല്ലാതെ പൊതുവായിട്ടുള്ള അടയാളങ്ങളും ലക്ഷണങ്ങളും വെച്ചുകൊണ്ട് ഒരു രോഗം ഉണ്ടാവുക, അതിനല്ല ഒരു സിക്നസ് ബിഹേവിയർ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി മാർഷൽ മാരിംഗർ എന്നുള്ള വ്യക്തി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായിട്ടും ഉള്ള കാര്യങ്ങളെയും പിന്നെ പാത്തോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു അസുഖമാണോ എന്നില്ലേന് നമ്മളതിനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇൽനെസ് എന്നുള്ളത് ഓരോ വ്യക്തിക്ക് അനുസരിച്ച് ഇരിക്കുന്നതാണ്. എന്നാൽ സിക്നസ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റിയെ നമ്മളെ സോഷ്യലായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് സിക്നസ് എന്ന് പറയുന്നതാണ് നമ്മളെ മാർഷൽ മാരിംഗർ എന്നുള്ള ആൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ജോൺ ഹോഫ്മാൻ എന്നുള്ള ആളുകൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഡിസീസ് എന്നുള്ളത് നമ്മളെ ഈ മെഡിക്കൽ ഒഫീഷ്യലുകൾ ഉണ്ടാവില്ല, നമ്മളെ ഈ ഡോക്ടേഴ്സ്, നഴ്സസ്മാർ, അങ്ങനെയുള്ള ആളുകളെ അടുത്ത് നിന്നൊക്കെ അവർ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് അവർ കണ്ടെത്തിയാണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഇനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അസുഖമാണെന്ന് പറയുന്നതിനാണ്. എന്നാൽ ഈ ഇൽനെസ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹം എങ്ങനെയൊക്കെയാണോ അതിന് ഒരു ലക്ഷണങ്ങളും മറ്റൊക്കെ ഉണ്ടായിട്ട് ഒരു അവസ്ഥയെ അഭിമുഖീകരിച്ചിട്ടുള്ളത്, അതുപോലെ അദ്ദേഹം എങ്ങനെയൊക്കെയാണോ അതിനെ പരിചയിച്ചിട്ടുള്ളത്, അതിനൊക്കെയാണ് ഈ ഇൽനെസ് എന്നുള്ള പറയുന്നത്. എന്നാൽ ഈ സിക്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റി അതിനെ മൊത്തത്തിൽ ബ്രോഡായിങ്ങാണ്ട് പറഞ്ഞതാണ് സിക്നസ് എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണൽസ് പറയുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ ഇൽനെസ് എന്നുള്ളത് ഓരോ വ്യക്തികളും അവർ അഭിരുചിച്ച
അനുസരിച്ചിട്ടായിരിക്കും ഇൽനെസ് എന്ന് പറയുക. എന്നാൽ സിക്നെസ് എന്നുള്ളത് നമ്മളെ സൊസൈറ്റി ബ്രോഡായിക്കൊണ്ട് പറഞ്ഞായിരിക്കും. ഇനി ബെഞ്ചമിൻ ഹാർട്ട് എന്നുള്ള ആളാണ് ആദ്യമായിട്ട് സിക്നെസ് ബിഹേവിയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ ടേം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി കോൺസ്മാൻ്റെ അഭിപ്രായ പ്രകാരം സിക്നെസ് ബിഹേവിയർ മനസ്സിലാക്കാൻ 3 പെർസ്പെക്റ്റീവുകളുള്ളത്. ഒന്ന് സോഷ്യൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, രണ്ടാമത്തെ ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, മൂന്നാമത്തെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. സോഷ്യൽ പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടാണ് നമ്മളെ ടാൽക്കോട്ട് പാഴ്സൺ എന്നുള്ള ആൾ ആദ്യമായി പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ടാൽക്കോട്ട് പാഴ്സൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇസി പിലോസ്കി എന്നുള്ള ആൾ അബ്നോർമൽ ഇൽനെസ് എന്നുള്ള പേരിലൊരു തിയറി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തി, ഒരു രോഗി, അദ്ദേഹത്തിന് നൽകുന്ന ചികിത്സകളും അദ്ദേഹത്തിന് നൽകുന്ന പരിചരണങ്ങളും ഒന്നും വേണ്ടത്ര രീതിയിൽ കാര്യമാക്കാതെ അതിനൊക്കെ എതിർക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാവുക. അതിനാണ് നമ്മൾ ഈ അബ്നോർമൽ ഇൽനെസ് എന്നുള്ളതാണ് ഇസി പിലോസ്കി എന്നുള്ള ആൾ കോയിൻ ചെയ്തൊരു ടേമായിരുന്നു അബ്നോർമൽ ഇൽനെസ് എന്നുള്ളത്. ഇനി ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സിക്നെസ് ബിഹേവിയർ എന്നുള്ളത് നമ്മളെ ഈ ജൈവപരമായിട്ടുള്ള ഘടനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് നമ്മളെ ഇൻഫെക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ എങ്ങനെയൊക്കെയാണോ നമ്മളെ ജീവിതഘടനയും ചിട്ടാവട്ടങ്ങളൊക്കെ ഉള്ളത് അതിനനുസരിച്ചിട്ട് ഉണ്ടാകുന്നതാണ് ബയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവാണ്. ഈ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോഷ്യോളജിപരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള മനസ്സിലാക്കൽക്കും അതിനനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ സിക്നെസ് ബിഹേവിയർ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിലൂടെ മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ക്യാൻസർ രോഗി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻസർ രോഗിയോട് നമ്മൾ ക്യാൻസറാണ് എന്നുള്ള അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗം ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ തീവ്രതയും മറ്റൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നില്ല, അതൊക്കെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിലൂടെ ആയിരിക്കും. ഓക്കെ, ഇനി ഇൻഫോർമൽ സിക്നെസ് ബിഹേവിയറാണ് നമുക്ക് പറയാനുള്ളത്. ഇൻഫോർമൽ സിക്നെസ് ബിഹേവിയർ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽഫായിങ്ങാണ്ട് ഓരോരുത്തരും ഓരോ ഡിസീസ്, ഓരോ രോഗം വരുന്നതിനെ തൊട്ടിട്ട് അവരെ പ്രിവെൻറ്റ് ചെയ്യുക, അവരെ സംരക്ഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വന്നൊരു രോഗത്തെ തൊട്ട് അവരെന്നെ സ്വയം ചികിത്സയും മറ്റുമൊക്കെ നൽകിയാണ്ട് അതിൽ നിന്ന് രോഗമുക്തി നേടുക. ഇതിനൊക്കെയാണ് നമ്മൾ ഈ ഇൻഫോർമൽ സിക്നെസ് ബിഹേവിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അഭിപ്രായ പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കെയർ എന്നുള്ളത് ഓരോ വ്യക്തി അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സമൂഹങ്ങൾ അവരുടേതായിട്ടുള്ള ജീവിത രീതിയും പിന്നെ അവരുടേതായിട്ടുള്ള ആരോഗ്യരംഗമൊക്കെ മറ്റ് അസുഖങ്ങളും അവരുടെ ആരോഗ്യസ്ഥിതി മറ്റു അസുഖങ്ങൾ വരുന്നതിനെ തൊട്ട് തടയാനും അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് ഓരോരുത്തരും എടുക്കുന്ന ഇനീഷ്യേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഈ സെൽഫ് കെയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ. ഇനി നമ്മളെ ബില്യൺ കണക്കിന് ആളുകൾ നമ്മുടെ വ്യവസ്ഥാപരമായിട്ടുള്ള ഈ ആരോഗ്യരംഗങ്ങളും മറ്റൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതിന് ഉദാഹരണങ്ങളായിട്ട് നമ്മൾ ഈ ആൽക്കഹോളുകളൊക്കെ ഉപയോഗിക്കുന്നവരെ അതിനെതിരെ തിരുത്താനും അതിൻ്റെ ഭവിഷ്യത്തുകൾ അറിയിച്ചു കൊടുക്കാനും മറ്റൊക്കെ ഒരു സമൂഹം മൊത്തത്തിൽ ഇറങ്ങുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതിന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഇൻഫോർമൽ സിക്നെസ് ബിഹേവിയറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മറ്റൊരു റോള് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും നെറ്റ്വർക്കിൽ അവരുടെ വലയത്തിലൂടെ നമുക്കൊരു വ്യവസ്ഥാപരമായിട്ടുള്ള ഒരു പരിചരണം മറ്റൊക്കെ ഈ രോഗികൾക്കും മറ്റും നൽകുക എന്നുള്ളതാണ് ഈ ഇൻഫോർമൽ സിക്നെസ് ബിഹേവിയറിൻ്റെ മറ്റൊരു റോളായിട്ട് വരുന്നുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഫോർമൽ സിക്നെസ് ബിഹേവിയറാണ്. ഫോർമൽ സിക്നെസ് ബിഹേവിയർ എന്നുള്ളത് നമ്മളെ നേരത്തെ പറഞ്ഞു ടാൽക്കോട്ട് പാഴ്സൺ എന്നുള്ള ആളാണ് നമ്മൾ സോഷ്യോളജിയിൽ ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഈ ടാൽക്കോട്ട് പാഴ്സൺ എന്നുള്ളവർ അദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഇൽനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയെ എന്താണ് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇൽനെസ് എന്നുള്ളത്. അതായത് ബാലൻസ് ഓഫ് സൊസൈറ്റീൻ്റെ സന്തുലിതാവസ്ഥ, സൊസൈറ്റിയുടെ ബാലൻസിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇൽനെസ് എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഈ ആശുപത്രികൾ, ഇൻഷുറൻസ് കമ്പനികൾ, പിന്നെ സ്റ്റേറ്റ് ഫണ്ട് ചെയ്യണ, അതായത് ഗവൺമെൻറ് ആശുപത്രി, ആരോഗ്യരംഗ മേഖലകൾ, ഇവരൊക്കെയാണ് നമ്മളെ ഈ എന്താണ് ഫോർമലായിട്ടുള്ള ആരോഗ്യരംഗത്തിന് ഇവിടെ ചുക്കാൻ പിടിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഫങ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് ഹെൽത്തി ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള എന്തെല്ലാം റോളുകളുണ്ടോ, അതൊക്കെ എന്തെല്ലാം ഡ്യൂട്ടികളുണ്ടോ, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ, അതൊക്കെ അദ്ദേഹത്തിന് നിറവേറ്റാനും നിർവഹിക്കാനും കഴിയുന്നുണ്ടെങ്കിലാണ് ഒരു മനുഷ്യന് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി എന്താണ് അവരുടെ ഓരോ വ്യക്തിക്ക് നമ്മളെ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, ജോലിക്ക് കഴിയുന്നുണ്ട്, പിന്നെ അതേമാതിരി ഫാമിലി, സൊസൈറ്റി ആയിട്ട് ഒക്കെ നല്ല റിലേഷൻ പുലർത്താൻ കഴിയുന്നുണ്ട്. ഇനി ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഈ സിക്നസ്സുമായി നമ്മൾ ബന്ധപ്പെടുത്താവുന്നതാണ്. അതായത് ഈ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ റിലേഷനുകൾ, ഫാമിലി ആവട്ടെ, സൊസൈറ്റി ആയിട്ടുള്ള ബന്ധങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മൾ ഈ സിക്നസ്സിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇതിനൊക്കെ മുക്തനാവുകയാണെന്നുണ്ടെങ്കിലുള്ളൂ ഒരു വ്യക്തി നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ഹെൽത്തി പേഴ്സണാണ്, ഒരു ആരോഗ്യമുള്ള ആളാണെന്ന് പറയാൻ കഴിയുള്ളൂ. ഇനി മറ്റൊന്നാണ് നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും പോലെ തന്നെയാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ട മറ്റൊന്നാണ് ഇമോഷണൽ ഹെൽത്ത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഈ COVID-19 വന്ന സമയത്ത് നമ്മൾ ലോകം സ്വീകരിച്ച ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ വിദ്യാഭ്യാസ രംഗങ്ങളൊക്കെ ലേണിങ്ങിലേക്ക് മാറി. പിന്നെ അതുപോലെ കൊമേഴ്സ്യൽ വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ കോമേഴ്സിലേക്ക് മാറി. നമ്മൾ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഓൺലൈൻ പർച്ചേസുകൾ കൂടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഫോർമൽ സിക്നസ് ബിഹേവിയറിൻ്റെ ചില ആസ്പെക്റ്റുകളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഈ ആരോഗ്യ രംഗത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഓരോ വ്യക്തിയുടെയും ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകപരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ പഴയ രീതിയിലേക്ക് മാറ്റാൻ കഴിയുന്ന അത്രയും ശ്രമിക്കണം. പിന്നെ നമ്മളെ ക്ലിയർ ആവണം ഈ ഓരോ ആരോഗ്യ സംബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങളും ഓരോ പേഷ്യൻറ്റും അവരുടെ ബന്ധങ്ങൾ തമ്മിൽ ഫുള്ളി ക്ലിയർ ആവണം. പിന്നെ അതുപോലെ തന്നെ ഒരു രോഗിക്ക് അവൻ്റെ രോഗത്തെ പറ്റിയിട്ടുള്ള അവസ്ഥകളും അവൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ ഈ രോഗിയെ ഉത്ബോധിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ഈ രോഗിയുടെ ബന്ധുക്കളും ആശ്രിതരായവർക്ക് അവർ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട മോട്ടിവേഷനും അവരെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളും മറ്റൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മൾ ഇവരെ ആരോഗ്യരംഗം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടത്ര പരിശ്രമം നൽകണം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗി രോഗമുക്തനായി വരികയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി അവനെ ചേർത്ത് പിടിക്കണം എന്നാണ് പറയുന്നത്. സമൂഹം അവനെ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ക്യാൻസർ വരുന്നവരാവട്ടെ, അല്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ വരുന്നവരാവട്ടെ, അവരൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥാവിശേഷം വരാറുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ ഇതൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖങ്ങളാണ്. അവരൊക്കെ നമ്മൾ ഈ ചികിത്സ മൂലം അവരെ രോഗങ്ങളും മറ്റൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, പിന്നെയും നമ്മുടെ കൂട്ടത്തിൽ ചേർക്കണം. പിന്നെ എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ വരുന്നവരൊക്കെ അങ്ങനത്തെ ചിലത് പകരാത്ത എയ്ഡ്സും മറ്റുമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. ഇനി നമ്മൾ ഫോർമലായിട്ടുള്ള രീതിയിൽ നമ്മളെ ഈ ഇൽനെസ്സും സിക്നസ്സും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഇൽനെസ് എന്നുള്ളത് അത് നമ്മൾ ഒരു ഫിസിഷ്യൻ മുഖേന ഒഫീഷ്യലി അതിനെ സ്ഥാപിച്ചാലേ, അതായത് അതിനെ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാലേ
നമുക്ക് ആ ഒരു ഇൽനെസ്, ഒരു സിക്നെസ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു രോഗിക്ക് ഒരു രോഗം ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഫോർമൽ രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ മുഖേന അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാണ് പറയണത്. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥിരീകരണം മറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ, ഈ മെഡിക്കൽ ലീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്കൂളിൽ നിന്നാവട്ടെ ജോലി സ്ഥലങ്ങളിലാവട്ടെ അങ്ങനെയുള്ളിടത്തു നിന്നൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. എന്നാലും നമുക്ക് ചില ഈ അസുഖങ്ങളുണ്ടാവും, എന്താവാ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കാണാൻ കഴിയില്ല. അതിനെ കുറച്ച് നമ്മളതിനെ പരിചരിച്ച് അതിനെ നല്ല രീതിയിൽ വേണ്ടത്ര ചികിത്സകളും മറ്റുമൊക്കെ നൽകി കഴിഞ്ഞാൽ നമുക്കത് കണ്ടെത്താൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് ഒരുപാട് സമയമെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ പെട്ടാണ് നമ്മുടെ ഈ ആങ്സൈറ്റി, അതായത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിപ്രഷന്, അങ്ങനെയുള്ള വിഷാദ രോഗങ്ങളും ഇതൊക്കെ നമുക്ക് കുറച്ച് നമ്മൾ ചികിത്സിച്ചും ഇതായി കഴിഞ്ഞാലുള്ളൂ നമുക്ക് അതിനെ കാണാൻ കഴിയുക. എന്നാൽ നമ്മളെ ഈ പനി മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് ഈ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൽ വലിയ ഇഷ്യൂ മറ്റൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഈ ഒഫീഷ്യൽ വാലിഡിറ്റി കിട്ടാനല്ലേ, അതായത് ഒഫീഷ്യലായിട്ട് നമ്മൾ ഈ സ്ഥാപിക്കുന്നതിന് മറ്റൊരു പ്രയാസം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ആക്സസ് ആവണില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേപോലെ ഇതിന് ലഭ്യമാവുന്നില്ല. അതായത് നമ്മളെ ഒരുപാട് ഉൾഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ കിട്ടാൻ ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ട്. നമ്മൾ ഈ രോഗമുക്തരായിട്ടാണല്ലോ ഇതിന് പോകുന്നത്. അപ്പോൾ അതിന് ചികിത്സിക്കാൻ വരുന്നത് തന്നെ കുറേ ഇടങ്ങേറായിട്ടായിരിക്കും. പിന്നെ അതിന് ശേഷം ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പിന്നെ ഇടങ്ങേറായി വരിക എന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും മറ്റൊക്കെ പറയുന്നുണ്ട്. ഇനി മറ്റൊരു തിയറിയാണ് ഡെത്ത് റോൾ എന്നുള്ളത്. ഓക്കെ, ഡെത്ത് റോൾ എന്നുള്ളത് ഒരു വ്യക്തി നമ്മളെ നിത്യരോഗിയായി മാറുമല്ലോ. അതായത് ഇനി അദ്ദേഹത്തിന് ആ ഒരു രോഗത്തു നിന്ന് മുക്തി ലഭിക്കൂല എന്നുള്ള ഒരു അവസ്ഥ വരിക. അങ്ങനെയുള്ള ഒരു ഇതിനാണ് ഡെത്ത് റോൾ എന്ന് പറയാം. അങ്ങനെയുള്ളവരെ നമ്മൾ ഇമ്പോസിബിളായിട്ട് അവരെ ആ രോഗത്തു നിന്ന് നമ്മൾ ഈ ഡോക്ടർമാർ മറ്റൊക്കെ കഴിയുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടാവുക, അവരൊക്കെ നമ്മൾ ഈ ഡെത്ത് റോളിലാണ് കണക്കാക്കുക. ഇനി ഇവരെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലിയേറ്റീവ് കെയേഴ്സും മറ്റൊക്കെ ഉണ്ടാവുക. ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് ഫിസിഷ്യന്മാർ, ഡോക്ടേഴ്സും മറ്റൊക്കെ പുറകോട്ടായിരിക്കും ഉണ്ടാവുക. അതായത് അവരെക്കാട്ടിലും നല്ല പ്രാധാന്യം നൽകുക ഈ പാലിയേറ്റീവ് കെയർ എന്നുള്ള ആളുകൾ വന്നുകൊണ്ടാണ് അവരെ പരിചരിക്കാനും മറ്റൊക്കെ നിൽക്കുക. ഇനി എങ്ങനെയാണ് ഒരു പേഷ്യൻ്റ് ആവുക എന്നുള്ളത്, എങ്ങനെയാണ് ഒരാൾ ഒരു രോഗിയാവുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ സിംറ്റം റെക്കഗ്നീഷൻ, അതായത് ഒരു അടയാളങ്ങൾ, ഇതിൻ്റെ ലക്ഷണങ്ങൾ മറ്റൊക്കെ ഇതിനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തായിട്ട് സിംറ്റം ഇവാലുവേഷനാണ്. അതിനെ ഇവാലുവേറ്റ് ലാബിലും മറ്റൊക്കെ ടെസ്റ്റിനും മറ്റൊക്കെ ഇതാക്കണമൊക്കെയാണ് സിംറ്റം ഇവാലുവേഷൻ എന്നുള്ളത്. പിന്നെ ഇൻഫർമേഷൻ സെർച്ചാണ്. അതായത് നമുക്ക് ഈ സിംറ്റംസൊക്കെ ഉണ്ടാകുകൊണ്ട് ഇതെന്ത് രോഗമാവാനാണ് സാധ്യത എന്നുള്ളവർക്ക് അതാണ് ഇൻഫർമേഷൻ സെർച്ച് എന്നുള്ളത്. ഇനി അടുത്ത ഒരു ഇതാണ് ഇൻഫോർമൽ ഹെൽപ്പ് സീക്കിങ്. അതായത് ഇങ്ങനെയൊക്കെ ചില ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നതാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ ആളുകളോടും, നമ്മളെ പേഴ്സണലി അറിയുന്നവരോടും, നമ്മളെ ട്രഡീഷണലി നമ്മൾ ചെയ്തു പോരുന്ന ചികിത്സാ രീതികളോടൊക്കെ അഡാപ്റ്റ് ആയിക്കൊണ്ട് വരുന്ന സംഭവമാണ് ഇൻഫോർമൽ ഹെൽപ്പ് സീക്കിങ്. അടുത്ത ഒന്നാണ് ഫോർമൽ ഹെൽപ്പ് സീക്കിങ് എന്നുള്ളത്. അതായത് നമ്മൾ ഇൻഫോർമലായിട്ട് നോക്കിയിട്ട് മാറാത്ത അവസ്ഥയിൽ നമ്മളെന്താവും ഫോർമലി വല്ല ഡോക്ടേഴ്സിനെ മറ്റൊക്കെ കണ്ടുകൊണ്ട് ചികിത്സാ രീതികൾ തേടും. അതാണ് ഫോർമൽ ഹെൽപ്പ് സീക്കിങ് എന്നുള്ളത്. പിന്നെ ഐഡൻറ്റിഫൈങ് ദ സോഴ്സ് ഓഫ് കെയർ. നമ്മൾ ഇതെങ്ങനെയൊക്കെയാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ ഇതെന്ത് രോഗമാണ്, എങ്ങനെയൊക്കെയാണ് ഇതിന് മുക്തി നേടാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇതാവുകയാണ് അടുത്തൊരു രീതി. പിന്നെ അടുത്ത രീതിയാണ് സിക്ക് റോൾ അഡോപ്ഷൻ എന്നുള്ളത്. അതായത് നമ്മളെ ഈ വലിയ
ഡോക്ടേഴ്സിനെയും മറ്റൊക്കെ കണ്ടിട്ട് ഇന്ന രോഗമാണെന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരലും അതിനുമായിട്ട് നമ്മൾ സമസ്വരപ്പെട്ടുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങളും മറ്റൊക്കെ രീതികളും മറ്റൊക്കെ നേടിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊന്നാണ് മെഡിക്കൽ കോംപ്ലിയൻസ് എന്നുള്ളത്. അതായത് നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളും മറ്റു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക. അതിനാണ് മെഡിക്കൽ കോംപ്ലിയൻസിൽ വരുന്നത്. പിന്നെ അതിന് ശേഷം വരുന്നതാണ് ലാസ്റ്റത്തെയാണ് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രോഗം മാറിയതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥാവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അതായത് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഉത്ബോധിപ്പിക്കുകയും മറ്റൊക്കെ തന്നുകൊണ്ട് ഡോക്ടർമാർ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ഇതാണ് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സിക്ക് റോളിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. സിക്ക് റോൾ എന്നുള്ളത് നമ്മളെ ഈ ടാൽക്കട്ട് പേഴ്സൺ എന്നുള്ള അദ്ദേഹമാണ് കോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ ഈ ടാൽക്കട്ട് പേഴ്സൺ എന്നുള്ള ആളാണ് US നമ്മളെ സോഷ്യോളജിൻ്റെ ഡെവലപ്മെൻറ്റിന് സോഷ്യോളജിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ധാരാളം പ്രയത്നിച്ച വ്യക്തിയായിട്ട് കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളത്. ഇതിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ടാണ്ട് ഒരു ചാപ്റ്റർ വരെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളെ ഈ ഐഡിയ ഓഫ് കൺട്രോൾ, അതായത് നമ്മളെ ഈ ഒരു രോഗം വരുന്നതിന് തൊട്ടിട്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കലും അതിനെ കൺട്രോൾ ചെയ്യലും ഇതൊക്കെ ഈ ഐഡിയകളൊക്കെ നമ്മളെ ഈ പാഴ്സണിലേക്കാണ് മടങ്ങുന്നത്. ഇനി അദ്ദേഹം കോയിൻ ചെയ്തിട്ടുള്ള പ്രധാനമായിട്ടുള്ള സിക്ക് റോളിന് അദ്ദേഹം നൽകിയ 4 പ്രധാന ക്യാരക്ടറിസ്റ്റിക്കുകളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഒന്നാമതായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സിക്കായിട്ടുള്ള, അതായത് രോഗിയായിട്ടുള്ള ഒരാളെ നമ്മളെ ഈ ഒരു സമൂഹത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നവരെ അദ്ദേഹത്തിന് വേണ്ട വിശ്രമം മറ്റൊക്കെ നൽകുക എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടത്ര പരിചരണം മറ്റൊക്കെ നൽകുക. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗിയായിട്ടുള്ള ആൾ അദ്ദേഹം ഞാൻ സ്വയം രോഗിയാണെന്നുള്ള രീതിയിലേക്ക് ടെൻഡൻസി വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണ്, എന്നിട്ട് നല്ല രീതിയിൽ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇനി നാലാമതായിട്ട് അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിഷ്യനാവട്ടെ ആരും ആവട്ടെ ഈ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സാധാരണ ഒരു ഇതിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ റിക്കവറിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള നടപടികളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ടെക്നിക്കലായിട്ടുള്ള സഹായങ്ങളാവാം, മറ്റ് ഫിസിഷ്യന്മാരുമായിട്ടുള്ള സഹായങ്ങളാവാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ട ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് പറയാനുള്ളത് ഷോപ്പിംഗ് അറൗണ്ട് എന്നുള്ളതാണ്. അതായത് ഷോപ്പിംഗ് അറൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാഷൻ എന്നുള്ള ആൾ തന്നെയാണ് ഈ ഷോപ്പിംഗ് അറൗണ്ട് എന്നുള്ള കോൺസെപ്റ്റും പറയുന്നത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രോഗം വന്നിട്ട് നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചു കൊടുക്കുന്നു, അവരിന്ന് മാറാതെ വരുന്ന അവസരത്തിൽ നമ്മൾ മറ്റൊരു ഡോക്ടറെ പോയി കാണുന്നു. അങ്ങനെ പല പല ഡോക്ടർമാരെയും പോയി ഇങ്ങനെ നമ്മൾ കൺസൾട്ട് ചെയ്യുമല്ലോ, ആ ഒരു അവസ്ഥക്കാണ് നമ്മൾ ഈ ഷോപ്പിംഗ് അറൗണ്ട് എന്നുള്ള കൊണ്ട് പാഷൻ എന്നുള്ള ആൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി പാഷൻ്റെ പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോമെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ്. ഇനി നോൺ ബയോമെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളൊക്കെ ഉണ്ടാകുമല്ലോ, ഇതിൽ അദ്ദേഹം നമ്മൾ ഈ സൂപ്പർസ്റ്റിഷൻസ്, അതായത് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ഫിസിഷ്യൻ്റെ റോളാണ് സിക്ക് റോളിൽ. ഒരു ഫിസിഷ്യൻ്റെ ഭാഗതയത്തെ എന്താണെന്നതിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ പാഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിഷ്യൻ, ഒരു ഡോക്ടർ എങ്ങനെ ആവണം, നമ്മളെ ഈ
രോഗം വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഇതിനെ പറ്റിയിട്ട് നല്ല ഒരു അറിവും അവബോധം ഉണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ ഈ വരുന്ന രോഗിയുടെ ലൈഫ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളും അദ്ദേഹത്തിൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താവണം, മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഈ രോഗിക്ക് വേണ്ട പരിചരണം മറ്റൊക്കെ നൽകാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി ഫോക്കാൾട്ട് എന്നുള്ള ആൾ എന്താണ് മെഡിക്കൽ ഗേസ് എന്നുള്ളൊരു ടേം പറഞ്ഞു. മെഡിക്കൽ ഗേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ളൊരു കണക്ഷന്, റിലേഷന്, അതിനാണ് ഈ മെഡിക്കൽ ഗേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണം. ഓക്കെ. ഈ പാഴ്സൺ എന്നുള്ള ആൾ നമ്മളെ ഈ ഇമോഷൻ, നമ്മളെ വികാരങ്ങളെ പറ്റിയിട്ടും നമ്മളെ എന്താണ് ഈ ബയോമെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതായത് നമ്മൾ സാങ്കേതികവിദ്യ മറ്റൊക്കെ എത്ര വളരെ ഉയർന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും പക്ഷേ ഒരു വ്യക്തിയുടെ, ഓരോ രോഗിയുടെ ഇമോഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്താവണം അവരോട് പ്രതികരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിനിയിപ്പോൾ സർജറി ചെയ്യുന്ന അവസരത്തിലാവട്ടെ, മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുക്കുന്ന അവസരത്തിലാവട്ടെ, നമ്മൾ ഒരു രോഗിയുടെ അവരുടെ ഇമോഷനും മറ്റൊക്കെ അനുസരിച്ചിട്ടാവണം അവരോട് പരിചരിക്കേണ്ടതും മറ്റൊക്കെ. ഓക്കെ. പിന്നെ ഒരു ഫിസിഷ്യൻ്റെ പ്രധാന റോള് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൺസേൺ എന്താവണം, ഒരു രോഗിയുടെ രോഗം എത്രത്തോളം മാറ്റാൻ കഴിയുമോ അതിന് വേണ്ട അത്രയും കഠിന പ്രയത്നം ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു ഫിസിഷ്യൻ്റെ പ്രധാനമായിട്ടുള്ള റോളും ഡ്യൂട്ടി എന്നുള്ളത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് പറയുന്നത്. ഇനി നമ്മൾ ഫങ്ഷണൽ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. ഫങ്ഷണൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതിൽ പാർശ്വം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിചരണത്തിൻ്റെ അതായത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരൊറ്റ ഘടകം മാത്രം നല്ല രീതിയിൽ നടന്നാൽ പോരാ. എല്ലാ ഘടകങ്ങളും ഒരേപോലെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു ട്രീറ്റ്മെൻറ്റ് ഫലവത്താവുകയുള്ളൂ. അതുപോലെ തന്നെ അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞാണ് നമ്മളെ ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ. അതായത് ഒരു എന്താണ് ഡോക്ടർ പരിചരിക്കുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റും മറ്റെല്ലാ കാര്യങ്ങളും അതിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നൽകി. പക്ഷേ അദ്ദേഹത്തോട് ഇടപഴകിയൊരു രീതി മോശമാവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എന്താവാം നെഗറ്റീവ് റിസൾട്ടാണ് നൽകുക എന്നുള്ള പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് പാഴ്സൺ എന്നുള്ള ആൾ സീഡോ സയൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇതൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ എന്താണ് ഒപ്റ്റിമിസ്റ്റിക് ആവണം പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന രീതിയിലൊക്കെ എന്താവണം, നമ്മൾ കൊടുത്ത ചികിത്സ കൊണ്ട് തന്നെ ഈ രോഗം മാറും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസക്കാരനായിരുന്നു നമ്മളെ ഈ പാഴ്സൺ എന്നുള്ള അദ്ദേഹത്തിൻ്റെ തിയറികളിലും മറ്റുമൊക്കെ. എന്നാൽ ഈ സീഡോ സയൻസിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്റ്റിമിസം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ സീഡോ സയൻസ് എന്നുള്ളതുകൊണ്ട് പാഴ്സൺ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമാവില്ല എന്നുള്ളത് നമ്മൾ ഈ സോഷ്യോളജിസ്റ്റുകളൊക്കെ പറയുന്നതാണ്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു പാഴ്സൻ്റെ തിയറി എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മളെ ബയോമെഡിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി സോഷ്യൽ കോറിലേറ്റ്സ് ആണ് നമ്മൾ പറയാനുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സമൂഹപരമായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സിഗ്നസ് ബിഹേവിയർ ബന്ധപ്പെടുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് നമുക്ക് ബൈസോഷ്യലും ഉണ്ടാവും, സോഷ്യോ കൾച്ചറും എന്നുള്ള ഈ രണ്ട് രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. ഈ ബൈസോഷ്യലിലാണ് ഏജ്, സെക്സ്, റേസ്, എത്നിസിറ്റി എന്നുള്ളത്. ഇനി സോഷ്യോ കൾച്ചറിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ മാരിറ്റൽ സ്റ്റാറ്റസ്, ഇൻകം, എഡ്യൂക്കേഷന്, ഒക്കുപ്പേഷന്, എംപ്ലോയ്മെൻറ്റ്, റിലീജിയൻ, ഇതൊക്കെയാണ് വരുന്നത്. ഇനി ഏജ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. അതായത് നമ്മൾ ബയോസോഷ്യലിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യമായിട്ട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രായം കൂടുന്നതിനനുസരിച്ചാണ് നമ്മൾ ഫോർമൽ രീതിയിലുള്ള ചികിത്സാ രീതികളും മറ്റൊക്കെ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളെ പ്രഗ്നൻസി ടൈമിലും മറ്റൊക്കെ ഉണ്ടാകുന്ന ചികിത്സാ രീതികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 വയസ്സിൻ്റെ മുകളിലാണ് കാര്യമായിട്ട് ഫോർമൽ രീതിയിൽ നമ്മൾ ചികിത്സയും മറ്റൊക്കെ നേടുന്ന പോലെ പറയുന്നുണ്ട്. ഓക്കെ. ഇനി
മറ്റൊരു കാര്യമാണ് നമ്മളെ ഈ ഹോസ്പൈസുകളും ഹോം കെയറുകളൊക്കെ. അതായത് നമ്മളെ ഈ ഹോം നേഴ്സുകളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. ഓക്കെ, പ്രായം കൂടുന്ന അവസരങ്ങളിൽ എസ്പെഷ്യലി സ്ത്രീകളൊക്കെ വയോജനശാലകളും മറ്റൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി താമസിക്കാനുള്ള അതിജീവന കേന്ദ്രങ്ങളും മറ്റൊക്കെ അവിടെ കൊണ്ടുപോകുന്നതിൻ്റെ രീതിയും മറ്റൊക്കെ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് ഉയരുന്നുണ്ട് പറയുന്നുണ്ട്. ഇനി അടുത്തൊന്നാണ് സെക്സ് എന്നുള്ളത്. നമ്മളെ ലിംഗങ്ങൾ വ്യവസ്ഥയാണ് ഇതിൽ പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ നാഷനിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെറുപ്രായത്തിൽ തന്നെ ആവട്ടെ സ്ത്രീകളാണ് കാര്യമായിട്ട് ഫോർമൽ രീതിയിലുള്ള നമ്മളെ പരിചരണം മറ്റൊക്കെ നേടുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോർമൽ രീതിയിൽ സ്ത്രീകൾ നേടുക എന്നുള്ളത്, അതായത് അവരുടെ ആരോഗ്യരംഗത്തുള്ള മേഖലകൾ നേടുക എന്നുള്ളത്, ചികിത്സകൾ നേടുക എന്നുള്ളത് വളരെ കുറവാണ്. ഇതിനുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. പിന്നെ അതുപോലെ അവരുടേതായിട്ടുള്ള സമ്പത്തിൻ്റെ കുറവ്, അവരുടെ ഉടമസ്ഥയിലുള്ള സമ്പത്തിൻ്റെ കുറവ്, പിന്നെ അതുപോലെ തന്നെ വീട്ടിലുള്ള വരുമാനത്തിൻ്റെ കുറവ്, അങ്ങനെയുള്ള അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായൊരു ഇതൊന്നും ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകളെ ഇവിടെ ഇന്ത്യയിൽ കുറയാനുണ്ടായ കാരണമായിട്ട് പറയുന്നത്. ഇനി റേസ് ആൻഡ് എത്നിസിറ്റിയാണ് പറയുന്നത്. അതായത് ജാതി വംശ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി അമേരിക്കയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്കും ഏഷ്യനും ഹിസ്പാനിക് അമേരിക്കൻസും ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഡിസ്ചാർജ് ആയി പോകും നമ്മളെ ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊക്കെ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വൈറ്റ് അമേരിക്കൻസിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെയാണെന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ ഈ ബ്ലാക്കും മറ്റൊക്കെ ഈ വൈറ്റ് അമേരിക്കൻസ് ഉണ്ടായിരിക്കെ ഫിസിഷ്യന്മാരോട് ഇടപഴകാനും മറ്റൊക്കെ വല്ലാതെ ഇടങ്ങേറാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് കാസ്റ്റിലായിരിക്കും, ജാതിൻ്റെ ഇതിലായിരിക്കും നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതി വിവേചനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ദളിത് സ്ത്രീകളാണെന്ന് പറയുന്നുണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിന്ന് പരിചരണത്തിൻ്റെ പുറംഭാഗങ്ങളിൽ നിൽക്കുന്നവരായിരിക്കും. പിന്നെ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള പരിചരണ രീതികളൊന്നും ആക്സസ് ചെയ്യാനും മറ്റൊന്നും കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു അവസ്ഥയാണ് മാരിറ്റൽ സ്റ്റാറ്റസ് എന്നുള്ളത്. മാരിറ്റൽ സ്റ്റാറ്റസ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ വിവാഹ ജീവിതത്തിന് ശേഷം ഒരുപാട് സ്ത്രീകൾ അവരുടെ ഇണകളെ, അല്ലെങ്കിൽ സ്ത്രീകളോ പുരുഷനോ ആവട്ടെ, അവരുടെ ഇണകളെ നമ്മളെ ഫോർമൽ രീതിയിലുള്ള ചികിത്സാ രീതികൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നുണ്ട് പറയുന്നുണ്ട്. മറ്റൊരു ഇതാണ് ഇൻകം എന്നുള്ളത്. അതായത് ഓരോരുത്തരുടെ വരുമാനത്തിന് അനുസരിച്ചായിരിക്കും നമ്മളെ ഓരോരുത്തർ നൽകുന്ന ഫോർമലാവട്ടെ ഇൻഫോർമലായിട്ട് അവർ നേടിയെടുക്കുന്ന ചികിത്സാ രീതികൾ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയുന്നുണ്ട് ചിലപ്പോൾ ഈ ലോ ക്ലാസ് എക്കണോമിയിൽ സാമ്പത്തികപരമായിട്ട് ലോ ക്ലാസ്സിൽ നിൽക്കുന്നവരോട് പെരുമാറുന്ന പോലെ ഒരു ഹൈ ക്ലാസ്സിൽ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളോട് പെരുമാറുന്ന പോലെ ഒരു ഡോക്ടർ പെരുമാറിക്കൊള്ളണമെന്നില്ല. ഇവിടെയൊക്കെ നമ്മൾ ഫിനാൻഷ്യലായിട്ടുള്ള ഒരു വിവേചനം വരെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തൊന്നാണ് ഒക്കുപ്പേഷൻ, ഒരാൾ നമ്മളെ ജോലിയും മറ്റൊക്കെ ആയിട്ടുള്ളത്. ഇത് നല്ല ഹൈ സാലറിയുള്ള ജോലിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ല ഫോർമൽ രീതിയിൽ പോയി ചികിത്സിക്കുന്നു. ഇനി ലോ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ചികിത്സിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഗവൺമെൻറ് എംപ്ലോയീസിനുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ, പിന്നെ അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ വരെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും മറ്റൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ സർക്കാർ ജീവനക്കാരല്ലാത്തവർക്ക് ഇതിനുള്ള സൗകര്യം ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് പറയും. മറ്റൊന്നാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഓരോരുത്തർ അവരുടേതായിട്ടുള്ള നമ്മളെ സാക്ഷരതക്കും അനുസരിച്ചിട്ടുള്ള ഹെൽത്ത് കെയർ വരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതാവാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാറ്റസിന് ഭംഗം വരുന്ന രീതിക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും ഫോർമൽ രീതികളൊക്കെ. ഇനി മറ്റൊന്നാണ് റിലീജിയൻ എന്നുള്ളത്. മതപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതാവുന്നവരുണ്ടാവും. കാരണം നമ്മളെ ചില മതങ്ങളിൽ അവരുടേതായിട്ടുള്ള ചികിത്സാ രീതികളും മറ്റൊക്കെ പറയുന്നുണ്ടാവും.
അതിനെ ഫോളോ അപ്പ് ചെയ്യണവരുണ്ടാവും. എന്നാൽ അതിൽ നിന്ന് മാറിക്കാണ്ട് ഫോർമൽ രീതിയിൽ എന്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചികിത്സിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. അതായത് നമ്മൾ പ്രധാനമായിട്ടുള്ള നോക്കിയ സിക്നെസ്സും ഇൽനെസ്സും ഡിസീസും ഇതിൻ്റെ തമ്മിലുള്ള വേരിയേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പാഴ്സൻ്റെ തിയറിയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട മറ്റൊരു ഏരിയ എന്നുള്ളത്. അതാണ് നമ്മൾ ഈ സോഷ്യോളജിയിൽ നമ്മൾ ഈ ഹെൽത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ള രീതിയിലൊരു തിയറി വരെ അവതരിപ്പിച്ച് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ എക്സാമിനൊക്കെ മസ്റ്റായിട്ട് വരാനുള്ള സാധ്യതയാണ് അത്. എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.